എല്ലാവർക്കും നമസ്കാരം. ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം അത് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. ഇതിപ്പോൾ ഇന്ത്യയുടെ ഒരു ഭരണഘടനാപരമായിട്ടുള്ള ഒരു കോണ്ടസ്റ്റിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മൾക്കറിയാം ദൈവം എന്നുള്ളൊരു വാക്ക്, ഗോഡ് എന്നുള്ളൊരു വാക്ക് നമ്മുടെ ഭരണഘടനയിലില്ല. അത്രയ്ക്ക് മാത്രം സെക്കുലറാണ് ഇന്ത്യൻ ഭരണഘടന. പക്ഷെ എന്നാൽ പോലും ഒരു അന്ധവിശ്വാസത്തെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അതിക്രമങ്ങളെ നിയന്ത്രിക്കുന്നതിന് തക്കതായിട്ടുള്ള ഒരു പ്രൊവിഷനും നമ്മുടെ ഭരണഘടനയിലില്ല. 42-ാം ഭേദഗതിയിലൂടെ ആർട്ടിക്കിൾ 51A എന്ന് പറയുന്ന ഒരു അനുച്ഛേദം കൂട്ടിച്ചേർക്കുകയും അതിൻ്റെ എച്ചായിട്ട് ശാസ്ത്രാവബോധം വളർത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ആർട്ടിക്കിൾ 14, 15, 21 അതൊക്കെ ഒരാളുടെ പേഴ്സണൽ ലിബർട്ടിയെക്കുറിച്ചും തുല്യതയെക്കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. അതല്ലാതെ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരിടത്തും നമുക്കൊരു അന്ധവിശ്വാസ നിർമ്മാർജ്ജനത്തിന് ഉതകുന്നതായിട്ടുള്ള ഒരു അനുച്ഛേദം ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഈ സാഹചര്യത്തിലും ആണ് അടിയന്തരാവസ്ഥക്കാൽ 976 42-ാം ഭേദഗതിയിലൂടെ ഇറ്റ് ഷാൽ ബി ദി ഡ്യൂട്ടി ഓഫ് എവരി സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലുള്ള എല്ലാ പൗരന്മാരുടെയും മൗലിക കർത്തവ്യമായിട്ട് ആർട്ടിക്കിൾ 51AH ഉൾപ്പെടുത്തുന്നത്. അതിനകത്ത് ശാസ്ത്രാവബോധം, സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് ഓരോ പൗരൻ്റെയും മൗലികമായിട്ടുള്ള കടമയായിട്ട് കൂട്ടിച്ചേർക്കുകയും അതോടുകൂടിയിട്ട് ഈ സയൻറ്റിഫിക് ടെമ്പറിന് ഇന്ത്യയിലും ഇന്ത്യൻ ഭരണഘടനയിലും വലിയ പ്രാധാന്യം കൈവരിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് അങ്ങോട്ടും നമ്മൾക്കറിയാം കേരളത്തിൽ ഒരുപാട് മന്ത്രവാദ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ മുമ്പിലത്തെ വർഷം പോലും പത്തനംതിട്ട എലന്തൂരിൽ 2 പേരെ ബലി കൊടുത്ത അതിഭീകരമായിട്ടൊരു സംഭവം ഉണ്ടായി. അതിനു മുമ്പ് 12 വർഷം മുന്നേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 4ഓളം മന്ത്രവാദ കൊലപാതകങ്ങളുണ്ടായി, കരുനാഗപ്പള്ളി അടക്കം. അന്നൊക്കെ കേരള യുക്തിവാദി സംഘം മുൻകൈയെടുത്ത് ഒരു ഓൾ കേരള ജാഥ തന്നെ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നടപ്പാക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മളൊരു ജാഥ നടത്തുകയും അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിക്ക് 1,00,000 പേരോളം ഒപ്പിട്ട ഒരു നിവേദനം നമ്മൾ കൊടുക്കുകയും ഉണ്ടായി. പക്ഷെ അതൊന്നും തന്നെ ഫലപ്രദമായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മൾക്കറിയാം അന്ധവിശ്വാസം അതുമായിട്ട് ബന്ധപ്പെട്ട ആഭിചാരക്രിയകൾ ഇതൊക്കെ നിയന്ത്രിക്കുവാൻ ഇന്ത്യൻ പീനൽ കോഡ് അല്ലെങ്കിൽ പുതിയ BNS ഭാരതീയ ന്യായ സംഹിതയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ചില ഒരു അടിസ്ഥാനങ്ങളുണ്ട്, ചില സെക്ഷൻസൊക്കെ അത് പറയുന്നുണ്ട്. എന്നാൽ പോലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രചരണം നടത്തുവാനും അതുപോലെ തന്നെ അത് ഈ പറയുന്ന പോലെ ഈ ഒരു കൂടോത്രം, മന്ത്രവാദം ഇങ്ങനെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുമ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള ആ രീതിക്ക് അത് ഡിഫൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു നിയമനിർമ്മാണം ഇന്ത്യയിൽ, പൊതു നിയമനിർമ്മാണം ഇന്ത്യയിലില്ല, സംസ്ഥാനങ്ങളിലും ഇല്ല എന്നുള്ള അവസ്ഥയായിരുന്നു. നമുക്കറിയാം, നമുക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ BNS അനുസരിച്ചിട്ട് ഒരു കുറ്റകൃത്യം ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് പോലീസിനകത്ത് ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു മന്ത്രവാദം നടത്താം അല്ലെങ്കിൽ കൂടോത്രം നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ ക്യാൻവാസ് ചെയ്യുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു പരിധിവരെ നിയമം മൂലം നിയന്ത്രിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ് അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് ഉള്ളത്. അതിനകത്ത് അല്പമെങ്കിലും നമുക്ക് പറ്റുന്നത് ഈ ഡ്രഗ്സ് ആൻഡ് മാജിക്കൽ റെമഡീസ് ഒബ്ജക്ഷണൽ അഡ്വർടൈസ്മെൻറ്റ് ആക്ട്, അത് പ്രകാരം 1950-കളിൽ തന്നെ ആ നിയമം ഉണ്ടാകുകയും അതനുസരിച്ചിട്ട് ചെറിയ കാര്യങ്ങളിലൊക്കെ തന്നെ കോടതിക്ക് ഇടപെടാൻ പറ്റും. പക്ഷേ അവിടെയും പ്രശ്നങ്ങളുണ്ട്. ആ കേസുകളൊക്കെ തന്നെ പോലീസിന് സ്വമേധയാ എടുക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് മഹാരാഷ്ട്രയിൽ ഡോക്ടർ നരേന്ദ്ര ദബോൾക്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു മെഡിക്കൽ ഡോക്ടറായിരുന്നു, MBBS ഡോക്ടറായിരുന്നു. അദ്ദേഹത്തിന് 25 വയസ്സിൽ അദ്ദേഹം ഗവൺമെൻറ് സർവീസിൽ പ്രവേശിക്കുകയും പിന്നീട് അദ്ദേഹത്തിന് റൂറൽ ഏരിയകളിൽ ജോലി എടുക്കേണ്ടി വരികയും, അപ്പം അങ്ങനെ സാധാരണക്കാരുടെ ഈ വിഷമങ്ങൾ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ആ സർക്കാർ ജോലി രാജിവെച്ചുകൊണ്ട് മുഴുവൻ സമയ സാമൂഹ്യ പ്രവർത്തകനായിട്ട് മാറിക്കൊണ്ട് അദ്ദേഹം ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജനത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിവെച്ചു. അതിനെ തുടർന്ന് അദ്ദേഹം 1991 തന്നെ ഈ ഒരു അന്ധവിശ്വാസം നിയന്ത്രിക്കാൻ വേണ്ടി നിയമം ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം വളരെ ശക്തമായിട്ട് മുന്നോട്ട് വന്നു.
അദ്ദേഹം മാനസ് മഹാരാഷ്ട്ര അന്ധശ്രദ്ധ നിർമൂലന സമിതി MANS എന്ന് പറയുന്ന ഒരു സംഘടന മഹാരാഷ്ട്രയിൽ രൂപം കൊടുക്കുകയും അതിൻ്റെ നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുകയും അവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഈ നിയമം നടപ്പാക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം ഡ്രാഫ്റ്റ് ബില്ലുകൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഗവൺമെൻറ്റിന് സമർപ്പിക്കുകയുണ്ടായി. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ 2013 ആഗസ്റ്റ് മാസം 20 ഇദ്ദേഹം കൊല്ലപ്പെട്ടു. സനാതൻ സംസ്ഥാൻ എന്ന് പറയുന്ന ഒരു സംഘപരിവാർ സംഘടനയാണ് ഇദ്ദേഹത്തെ വെടിവെച്ച് കൊന്നത്. അതിൽപ്പെട്ട 2 പേരാണ് ഇദ്ദേഹത്തെ വെടിവെച്ച് കൊന്നത് എന്ന രീതിയിൽ ചാർജ് ഷീറ്റ് നൽകപ്പെടുകയും 2 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അതിൽ സംഘപരിവാറുമായിട്ട് ബന്ധമില്ലാതെ അവർ പറയുന്നു, ഏതായാലും അദ്ദേഹം മുന്നോട്ട് വച്ച ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം ആണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഇടയാക്കിയതെന്നുള്ള സംശയമുള്ള കാര്യമല്ല. അത് ചാർജ് ഷീറ്റ് തന്നെ പറയുന്നുമുണ്ട്. അങ്ങനെ 2013 ഓഗസ്റ്റ് മാസം 20 അദ്ദേഹം മരിക്കുകയും അദ്ദേഹം കൊല്ലപ്പെടുകയും അതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ അദ്ദേഹം പത്രസമ്മേളനം നടത്തി ഗവൺമെൻറ്റിൽ അദ്ദേഹം ആരോപണം നടത്തുന്നുണ്ട്. പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്നു അന്ന് മഹാരാഷ്ട്ര ഭരിച്ചിരുന്നത്. അദ്ദേഹം വലിയ സാങ്കേതിക ബിരുദമുള്ള ആളാണ്. അദ്ദേഹം ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസിൽ നിന്ന് പിലാനിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദം നേടുകയും പിന്നീട് അമേരിക്കയിൽ നിന്ന് MBA ഒക്കെ നേടിയിട്ടുള്ള ഉന്നത ബിരുദം നേടിയിട്ടുള്ള ആളാണ് ഈ പൃഥ്വിരാജ് ചൗഹാൻ. അദ്ദേഹം കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രിയായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ദബോൾക്കർ പത്രസമ്മേളനം നടത്തുകയും ഇത് ആവശ്യപ്പെടുകയും ചെയ്തത്. അപ്പോൾ ഈ നിയമം വരുമെന്നുള്ള ഒരു ഭയത്താലാണ്, അല്ലെങ്കിൽ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം വെടിവെച്ച് കൊല്ലപ്പെട്ടത്. പക്ഷേ ഏതായാലും ഇദ്ദേഹം മരണപ്പെട്ട് പിറ്റേ ദിവസം അദ്ദേഹം ഈ പൃഥ്വിരാജ് ചൗഹാൻ അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിക്കുകയും അദ്ദേഹം അവിടെ വെച്ച് തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു, ദിവസങ്ങൾക്കകം ഈ നിയമം നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിക്കുകയും 2013 ഓഗസ്റ്റ് മാസം 24 തന്നെ ഒരു ഓർഡിനൻസ് മഹാരാഷ്ട്ര അന്ധശ്രദ്ധ നിർമൂലന സമിതി കൊടുത്ത ഡ്രാഫ്റ്റ് ബില്ല് അതേപടി ഒരു നിയമമാക്കിക്കൊണ്ട് ഒരു ഓർഡിനൻസ് പ്രഖ്യാപിക്കുകയുണ്ടായി. പിന്നീട് അത് ചർച്ച വരികയും 2013 ഡിസംബർ മാസത്തിൽ തന്നെ ആ ബില്ല് നിയമമാവുകയും ഉണ്ടായി. അപ്പം അങ്ങനെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം ഇന്ത്യക്കാർക്ക് മോഡലായിട്ട് ലഭിച്ചു എന്നുള്ളൊരു വസ്തുതയാണ്. അതിനെ തുടർന്ന് ഇപ്പോൾ കഴിഞ്ഞ 11 വർഷം കൊണ്ട് ഏതാണ്ട് 1200ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് 100-ൽ പരം കേസുകളിൽ പ്രതികളെ ശിക്ഷിച്ചിട്ടുണ്ട്. ഇതിനകത്തൊക്കെ തന്നെ ഒരു അപ്പീൽ കൊടുത്തിട്ടും തന്നെ ആർക്കും ഒരു പ്രയോജനം കിട്ടിയിട്ടില്ല. അത്രയ്ക്ക് മാത്രം ഒരു ഭരണഘടനാ വിധേയമായിരുന്നു ആ നിയമം എന്നുള്ളതാണ്. അതിനെ ഒരു ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ചലഞ്ച് ചെയ്യാൻ പോലും ആരും തയ്യാറായിട്ടില്ല. അപ്പം അങ്ങനെ നിയമം ഇപ്പം ഞാൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ മകള്, നമുക്കറിയാം ഈ നരേന്ദ്ര ദബോൾക്കറുടെ മകള് മുക്ത ദബോൾക്കർ, അവർ നമ്മളുടെ കൊന്നിട്ട് പരിപാടികൾക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെയും മുക്തയുമായിട്ട് ഫോൺ വിളിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അവരിതിനകത്ത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ കണക്ക് പ്രകാരം 1200 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എത്ര കേസിൽ ശിക്ഷിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഗവൺമെൻറ് വിവരം കൊടുക്കുന്നില്ല. പക്ഷേ ഏതായാലും ഔദ്യോഗിക വെബ്സൈറ്റിലൊന്നും തന്നെ വിവരം കാണുന്നുമില്ല. ഏതായാലും അവർ പറഞ്ഞു 1200ഓളം കേസുകൾ അവരുടെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം വന്നപ്പോൾ അതിൻ്റെ പ്രധാനമായിട്ടും ഇതിൽ എതിർപ്പ് വന്നത് ഇത് ഹിന്ദു ആരാധനാ രീതികളോടും ഹിന്ദു മതത്തിൻ്റെ ആചാരങ്ങളോടും അത് വലിയ രീതിക്ക് അതിനെ ഖനിക്കുമെന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ആരോപണം. പക്ഷേ വളരെ കൗതുകരമായിട്ട് പറഞ്ഞാൽ ഏതാണ്ട് ഈ 1200 കേസുകളിൽ 300ഓളം കേസുകൾ ഈ മുസ്ലിം ആളുകൾക്കെതിരായിട്ടുള്ളതാണ്. അവരുടെ ഇടയിലും വളരെ വലിയ രീതിക്കുള്ള ഇതുപോലുള്ള അന്ധവിശ്വാസ പ്രവർത്തികൾ നടക്കുന്നുണ്ട്, ആഭിചാര പ്രവർത്തികൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഞാനത് പറഞ്ഞു വന്നത് ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമത്തിൻ്റെ ചരിത്രം ദബോൾക്കറിൽ നിന്നാണ് തുടങ്ങുന്നത്. പക്ഷേ ആദ്യമായിട്ട് നിയമം വന്നത് ഒരു വിച്ച് ഹണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊരു നിയമം, അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം വന്നത് 1999 ബീഹാറിലാണ്. നമ്മൾ കേരളത്തിൽ നമ്മൾ പറയും നമ്മൾ 100% സാക്ഷരതയാണ്, നമ്മൾ അങ്ങേറ്റത്തെ ആൾക്കാരാണ്, നമ്മളിൽ കഴിഞ്ഞ് വേറെ ആരും ഇല്ല. പക്ഷേ ഇന്ത്യയിൽ 8 സംസ്ഥാനങ്ങളിൽ ആളിതുവരെ ഈ നിയമം വന്നു കഴിഞ്ഞു. അതിനകത്ത് നമ്മൾ പിന്നോക്ക സംസ്ഥാനങ്ങളെന്ന് പറയുന്ന ബീഹാർ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് എന്ന
3 സംസ്ഥാനവും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതുകൂടാതെ ഒറീസ, രാജസ്ഥാൻ, ആസാം, കർണാടക, മഹാരാഷ്ട്ര അങ്ങനെ 8 സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ നിയമം വന്നു കഴിഞ്ഞു. ഒന്നുകൂടി പറഞ്ഞാൽ നമ്മളൊക്കെ എപ്പോഴും ആക്ഷേപിക്കുന്ന ഗുജറാത്ത് 2024 ഒക്ടോബറിൽ ഗുജറാത്തിലും ഈ നിയമം പാസ്സാക്കി. ആ ഗുജറാത്തിലെ നിയമം നമ്മൾ പഠിച്ചാൽ മനസ്സിലാകുന്നത് മഹാരാഷ്ട്രയിൽ നടപ്പാക്കിയ നിയമത്തിൻ്റെ തലവെട്ടി അല്ലെങ്കിൽ കട്ട് ആൻഡ് പേസ്റ്റാണ്. മഹാരാഷ്ട്ര എന്നുള്ള സ്ഥലത്ത് ഗുജറാത്ത് എന്ന് എഴുതിയിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അതേപടി ഡിറ്റോ ആ നിയമം നടപ്പാക്കി. ഇത് ഒരു എടുത്ത് പറയാൻ കാരണം നമ്മളൊക്കെ 100% ഈ 8 സംസ്ഥാനങ്ങളിലും ഗുജറാത്ത് അടക്കം 9 സംസ്ഥാനങ്ങളിലും 100% സാക്ഷരതയൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ നമുക്കുള്ളൂ. അങ്ങനെയുള്ള ഈ കേരളത്തിൽ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ജസ്റ്റിസ് KT തോമസിനെ ഒരു നിയമപരിഷ്കാര കമ്മീഷനായിട്ട് 2017 നിയമിക്കുകയുണ്ടായി. അദ്ദേഹം അനവധി നിയമങ്ങൾ പരിഷ്കരിക്കാനുള്ള ശുപാർശ കൊടുത്തു. അതിനകത്ത് ഒരെണ്ണം അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമമായിരുന്നു. ആ നിയമം പഠിക്കാൻ വേണ്ടി ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലേക്ക് വിട്ടപ്പോൾ അവിടുത്തെ നിയമവകുപ്പ് പറഞ്ഞത് ഇതിനകത്ത് പല വകുപ്പുകളും മനുഷ്യൻ്റെ റിലീജിയസ് ആയിട്ടും അവർ ദൈവവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, അതുകൊണ്ട് ബുദ്ധിമുട്ടാണെന്നാണ്. അപ്പം നമ്മൾ കേരള യുക്തിവാദി സംഘം 3 ഡ്രാഫ്റ്റ് ഗവൺമെൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് നമ്മളെല്ലാം കൊടുത്തിട്ടുള്ളത് മഹാരാഷ്ട്ര ലൈനിലാണ്. മഹാരാഷ്ട്ര അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമത്തിൽ ഗോഡ് എന്നുള്ള വാക്കില്ല, റിലീജിയൻ എന്നുള്ള വാക്കില്ല. അപ്പോൾ അതൊന്നും തന്നെ ഈ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളല്ല. ഒരാൾക്ക് ഭരണഘടന അനുശാസിക്കുന്ന അല്ലെങ്കിൽ ഭരണഘടന അനുവദിക്കുന്ന ഈ മതവിശ്വാസത്തിനോ അവരുടെ വിശ്വാസ അനുഷ്ഠാനങ്ങൾക്കോ ഒന്നും തന്നെ ഈ ഒരു നിയമങ്ങളും തടസ്സമല്ല. ഈ ഗുജറാത്ത് അടക്കം 9 സംസ്ഥാനങ്ങളിലും നിയമനിർമ്മാണം നടത്തിയിട്ട് എന്തുകൊണ്ട് കേരളത്തിൽ കഴിയുന്നില്ല? നമ്മൾ ആലോചിക്കണം. കേരളത്തിൽ 2 സ്വകാര്യ ബില്ലുകൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ഒന്ന് PT തോമസ്, കോൺഗ്രസ് MLA ആയിരുന്ന PT തോമസ് ഒരു സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചു. പക്ഷേ അന്ന് തന്നെ അത് സഭയിൽ ചർച്ച പോലും ചെയ്യിക്കാതെ അത് ഓടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ആലത്തൂർ MLA ആയിട്ടുള്ള KD പ്രസേനൻ 2021 ഒരു സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചു. അദ്ദേഹം CPMൻ്റെ MLA ആണ്. ഒന്നുകൂടി പറഞ്ഞാൽ നമ്മുടെയൊക്കെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന KP ശബരിഗിരീഷിൻ്റെ അളിയനാണ് ഈ KD പ്രസേനൻ. അന്ന് ആ ബില്ല് അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് രാജഗോപാലും ഞങ്ങൾ പോയിട്ട് അദ്ദേഹത്തെ ബ്രീഫ് ചെയ്ത് നമ്മുടെ ആശയങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അതോടുകൂടിയിട്ടാണ് അദ്ദേഹം ആ രീതിക്കാണ് ആ ബില്ല് മോൾഡ് ചെയ്യപ്പെട്ടത്. പക്ഷേ അത് ഗവൺമെൻറ്റിൽ അവതരിപ്പിച്ച് സ്വാഭാവികമായിട്ടും അദ്ദേഹം പാർട്ടിക്കാരനാണ്. പാർട്ടി പറഞ്ഞു പിന്നീട് പഠിച്ചിട്ട് അവതരിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ബില്ല് പിൻവലിക്കപ്പെട്ടു 2021. അപ്പോൾ ഇപ്പോൾ ഇന്ന് തീരുന്ന കൊല്ലത്ത് ചേരുന്ന CPMൻ്റെ സംസ്ഥാന സമ്മേളനത്തിലും ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമത്തെക്കുറിച്ച് ചർച്ചകൾ വന്നിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ നമ്മൾക്കത് പ്രയോജനത്തിലേക്ക് എത്തില്ല. ഇപ്പോൾ ഈ പറയുന്ന 9 സംസ്ഥാനങ്ങളിലും ഈ നിയമം പാസ്സാക്കിയിട്ട് അവിടെയുള്ള ഒരു ഹിന്ദുക്കളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മതവിശ്വാസികളുടെയോ ദൈനംദിന വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടും ആചാരവുമായും ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രശ്നങ്ങളും വന്നിട്ടില്ലെങ്കിൽ അവിടത്തെയൊക്കെ തന്നെ കോടതികളിൽ കേസ് നടക്കുന്നുണ്ട്, കോടതി വിധിക്കുന്നുണ്ട്. അവർക്ക് ഏതെങ്കിലും അവരുടെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട തടസ്സങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഹൈക്കോടതിയിൽ പോകാം, സുപ്രീം കോടതിയിൽ പോകാം, ഈ നിയമത്തെ ചോദ്യം ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ഹിന്ദു സംഘടനകൾക്കോ അല്ലെങ്കിൽ ഏത് മത സംഘടനകൾക്കോ ഈ നിയമത്തെ ചോദ്യം ചെയ്യാം. ഒരു കേസ് പോലും ഈ 9 നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഹൈക്കോടതികളിലും സുപ്രീം കോടതിയിലും പെൻഡിങ് ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ആ നിയമം പൂർണ്ണമായിട്ട് ഭരണഘടനയ്ക്ക് വിധേയമായിട്ടുള്ളതാണെന്നും ഭരണഘടന അനുസരിച്ചിട്ടുള്ളതാണെന്നുമാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത്രയ്ക്ക് സുശക്തമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള മോഡൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് കേരളത്തിൽ ഒരു അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നടപ്പിലാവുന്നില്ല? ഇപ്പോൾ എലന്തൂർ സംഭവിച്ചത് എന്താ? 2 സ്ത്രീകളെയാണ് അവിടെ ബലി കൊടുത്തത്. IPC ഒഫൻസ് അതിനകത്ത് ഇടാൻ കഴിയും. പക്ഷേ ഇന്ത്യൻ തെളിവ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ആ തെളിവ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട് അത് കേസ് തെളിയിക്കാൻ ഇന്ത്യൻ IPC പ്രകാരം ആണ് കേസ് ചാർജ് ചെയ്തിട്ടുള്ളത്. ഇനിയാണെങ്കിൽ BNS പ്രകാരം. പക്ഷേ ഈ BNSഉം പുതിയ ഈ തെളിവ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട് അത് തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ NDPS നർക്കോട്ടിക് ഡ്രഗ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും പല ഓരോ കാര്യത്തിലും പ്രത്യേക നിയമം ഉണ്ടാക്കണം. എന്തുകൊണ്ടാണ്? അതിന് ഫലപ്രദമായിട്ട് ആ കുറ്റകൃത്യത്തെ തടയാൻ വേണ്ടിയിട്ടാണ് ഈ സ്പെഷ്യൽ എനാക്ട്മെൻറ്റ് വരുന്നത്. അപ്പം അതുപോലെ ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമത്തിലും അന്ധവിശ്വാസ നിവാരണത്തിൻ്റെ കാര്യത്തിലും ഒരു ഈ പറയുന്ന നിയമം വേണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത്
അത് ഫലപ്രദമായിട്ട് തടയാനാണ്. ഇപ്പം ഇന്നിപ്പോൾ ഒരാൾ ഒരു പരസ്യം കൊടുത്താൽ നിങ്ങൾക്ക് ഒരു പൂജ നടത്തി നിങ്ങൾക്ക് നിധി എടുത്തു തരാം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ തന്നെ ഫോണിൽ വിളിച്ചോ അല്ലാതെ വാട്സപ്പ് മെസ്സേജ് അയച്ചോ മെയിൽ അയച്ചോ ഒക്കെ തന്നെ ഒരാളെ പ്രലോഭിപ്പിച്ചാൽ ഈ മറ്റുള്ള നിയമത്തിൻ്റെ മുന്നിൽ വരുമ്പോൾ ആ കേസ് കോടതിയിൽ നിലനിൽക്കില്ല. അപ്പം അതുകൊണ്ടാണ് അതിനെയൊക്കെ തന്നെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള നിയമനിർമ്മാണം വേണമെന്ന് കേരള യുക്തിവാദ സംഘം കാലാനുസൃതമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം എന്ന് പറഞ്ഞാൽ അതൊരു ബാലികേലാമറയല്ല. അതുപോലെ തന്നെ ഇന്ത്യയിൽ കേരളത്തെ പോലും സംസ്ഥാനത്തിന് ഈ നമ്മുടെ ഭരണകൂടത്തിന് ഒരു മാസം വിചാരിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഞാനതൊരു ഒരു രാഷ്ട്രീയമായിട്ട് പറയുകയല്ല, ഗുജറാത്ത് പോലുള്ള BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിൽ മഹാരാഷ്ട്രയിൽ യുക്തിവാദി സംഘത്തിൻ്റെ നേതാവായിരുന്നിട്ടുള്ള ദബോൽക്കർ എഴുതി കൊടുത്ത നിയമം അതേപടി മഹാരാഷ്ട്ര ഗവൺമെൻറ്റിനും അതിൻ്റെ പേര് മാത്രം മാറ്റിക്കൊണ്ട് ഗുജറാത്ത് ഗവൺമെൻറ് നടപ്പാക്കാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് സമാനമായിട്ട് നടപ്പാക്കിക്കൂടാ? ഏതായാലും അവിടെയുള്ള അഹോരികളും ഒരുപാട് ഈ പറയുന്ന അവിടുത്തെ പ്രത്യേകിച്ച് അവിടുത്തെ വനമേഖലയായിട്ട് ബന്ധപ്പെട്ട് അതിഭീകരമായിട്ടുള്ള അന്ധവിശ്വാസ കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരളവും അത് ഒട്ടും പുറകിലല്ല എന്ന് നമ്മൾ പല അവസരത്തിലും നമ്മൾ തെളിയിച്ചിട്ടുള്ളതാണ്. ഇന്നും നമുക്കറിയാം, നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ കാനാടി ചാത്തൻ്റെ അടുത്തൊക്കെ തന്നെ വലിയ ക്യൂ ആണ്. ഇതുപോലുള്ള മന്ത്രവാദികളുടെ അടുത്തൊക്കെ തന്നെ വലിയ ക്യൂ ആണ്. ഇതിനൊന്നും തന്നെ പോലീസിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവർ പ്രലോഭിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പോലീസിന് നടപടിയെടുക്കാൻ കഴിയില്ല. അവർക്ക് വകുപ്പ് വേണ്ടേ? അതിന് ഇപ്പോൾ മഹാരാഷ്ട്ര അന്തർസംസ്ഥാൻ സമിതി കൊടുത്ത നിയമം അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലുള്ള ആൻറ്റി സൂപ്പർസ്റ്റിഷൻ ബില്ല് അനുസരിച്ചിട്ട് ഒരാൾ ഈ രീതിയിൽ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അതിന് 7 വർഷം വരെ തടവാണ്, 50,000 രൂപ വരെ പിഴയുണ്ട്. അത് മാത്രമല്ല, അതൊരു കോഗ്നിസബിൾ ഒഫൻസാണ്. എന്ന് വെച്ചാൽ സാങ്കേതികമായിട്ട് പറഞ്ഞാൽ ഒരു പരാതിയില്ലാതെ, കോടതിയുടെ ഇടപെടലില്ലാതെ ഒരു പോലീസ് ഓഫീസർക്ക് നേരിട്ട് കേസെടുക്കാൻ കഴിയും. അതാണ് കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞത്. നേരിട്ട് കോടതിക്ക് പോലീസിന് കേസെടുക്കാൻ പറ്റും. അവരെ വാറണ്ട് കൂടാതെ തന്നെ അറസ്റ്റ് ചെയ്യാനും കഴിയും. ഇന്ന് നിലവിലുള്ള നിയമം ഈ മാജിക്കൽ റെമഡീസ് ഒബ്ജക്ഷണബിൾ അഡ്വർടൈസ്മെൻറ്റ് ആക്ട് പ്രകാരമുള്ള കുറ്റം ചെയ്താലും അതിനൊന്നും പോലീസിന് നേരിട്ട് നടപടിയെടുക്കാൻ കഴിയില്ല. അവിടെ ഒരു പരാതിക്കാരൻ വേണം. ആ പരാതി പിന്നെ എടുത്ത് കോടതിയിൽ നിന്ന് വാറണ്ടൊക്കെ മേടിച്ചിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റതങ്ങനെയല്ല, ഒരു കോഗ്നിസബിൾ നോൺ ബെയിലബിൾ, ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കുറ്റകൃത്യമായിട്ടാണ് ഈ മഹാരാഷ്ട്ര അന്തർസംസ്ഥാൻ നിയമത്തിലും അതുപോലെ തന്നെ ഗുജറാത്ത് നിയമത്തിലും കർണാടകത്തിലെ നിയമത്തിലും ഒക്കെ തന്നെ ഇത് പാസ്സായിട്ടുള്ളത്. ഇപ്പോൾ കർണാടകയുടെ കാര്യം പറഞ്ഞാൽ 2017 അവിടെ സിദ്ധരാമയ്യ എന്ന് പറയുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രി, അദ്ദേഹം പ്രത്യേകം താല്പര്യമെടുത്ത്, അന്ന് വലിയ എതിർപ്പൊന്നും ഹിന്ദു സമുദായത്തിൻ്റെ അദ്ദേഹം ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ടാണ് ഈ പറയുന്ന നിയമം ഉണ്ടാകുകയും 2017 ഡിസംബർ മാസത്തിൽ തന്നെ അത് ഗവർണറുടെ അസൻറ്റ് കിട്ടുകയും ചെയ്തു. എന്നിട്ട് പോലും ആ നിയമം നോട്ടിഫൈ ചെയ്തില്ല. പിന്നീട് 2021 വന്ന BJP ഗവൺമെൻറ്റാണ് അത് നടപ്പാക്കിയത്. കർണാടക അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നടപ്പാക്കിയത് 2021 BJP ഗവൺമെൻറ്റാണ്. അവരത് നോട്ടിഫൈ ചെയ്തു. അവിടെ ഈ അനവധി കേസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ അങ്ങനെ രാഷ്ട്രീയമായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. കേരളത്തിൽ ഇപ്പോൾ വ്യാജമായിട്ടുള്ള പ്രചരണങ്ങളാണ് അഴിച്ചുവിടുന്നത്. ഒരു അന്ധവിശ്വാസ നിർമ്മാർജ്ജനം നടത്തിക്കഴിഞ്ഞാൽ ശബരിമലയ്ക്ക് പോകാൻ പറ്റില്ല, നോമ്പ് പിടിക്കാൻ പറ്റില്ല, പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റില്ല, കുമ്പസാരിക്കാൻ പറ്റില്ല, വീട്ടിൽ പൂജ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾക്കൊരു കുട്ടിയുടെ 28 നടത്താൻ പറ്റില്ല, അതൊക്കെ എന്നുള്ള രീതിയിലുള്ള വളരെ വ്യാജ പ്രചരണങ്ങളാണ് നടക്കുന്നത്. ഇതൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് ആ നിയമത്തിൽ എന്താണ് അന്ധവിശ്വാസം, എന്താണ് ആഭിചാര്യക്രിയകൾ എന്ന് കൃത്യമായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം പറഞ്ഞത്, നമുക്ക് നമ്മുടെ മുമ്പിലും വലിയ മഹത്തരമായിട്ടുള്ള മോഡലുണ്ട്. ഇനിയിപ്പോൾ ആ മോഡൽ അതേപടി സ്വീകരിച്ചില്ലെങ്കിൽ പോലും അത് മോഡിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് നടപ്പിലാക്കാം. അപ്പോൾ ഇനി അങ്ങോട്ട് അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നടപ്പാക്കുന്നില്ല എന്ന് ഒരു ഗവൺമെൻറ് തീരുമാനിച്ചാൽ അതിൻ്റെ കാരണം രാഷ്ട്രീയ കാരണം അല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതൊരു അനാവശ്യമായിട്ടുള്ള പേടിയാണ്, ഈ മതങ്ങളോടുള്ളൊരു ഫോബിയ. ഈ മതങ്ങളൊക്കെ എന്തോ വലിയ സംഭവങ്ങളാണെന്നും മതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ നമുക്ക് തിരിച്ചടി ഉണ്ടാവും എന്നുള്ള രീതിക്കുള്ള തെറ്റായിട്ടുള്ള ഒരു സന്ദേശമാണ് ഗവൺമെൻറ് നൽകുന്നത്. നമ്മൾക്കറിയാം, കേരളത്തിലെ മുഖ്യമന്ത്രി ബോഡി വേസ്റ്റ് എന്ന് പറയാൻ ധൈര്യം കാണിച്ചിട്ടുള്ള മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്.
ഇവിടെ കേരളത്തിൽ സുന്നി മുസ്ലിങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള കാന്തപുര അബൂബക്കർ എന്ന് പറയുന്ന ഒരു മുസ്ലിയാരുടെ അദ്ദേഹം നബിയുടെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ മുടി കൊണ്ടെന്ന് അദ്ദേഹം മുടിപ്പള്ളി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ആണ് അദ്ദേഹം പറഞ്ഞത് ഇതൊരു ബോഡി വേസ്റ്റാണ് എന്ന് പറഞ്ഞത്. അത്രയ്ക്ക് മാത്രം ആക്ഷേപഹാസ്യകരമായിട്ട് അത് പറയാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നതൊക്കെ തന്നെ ഈ പറയുന്ന അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം കൊണ്ടുവന്നാൽ അത് ഹിന്ദുക്കളുടെ മതപരമായിട്ടുള്ള ആചാരങ്ങൾക്ക് വിരുദ്ധം ഒരിക്കലും വരാൻ പോകുന്നില്ല. നമ്മൾക്കറിയാം അങ്ങനെ വരാൻ പോകുന്നില്ല. നമ്മൾ കേരള യുക്തിവാദി സംഘം തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 3ഓളം ഡ്രാഫ്റ്റുകൾ ഗവൺമെൻറ്റിന് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്. അന്ധവിശ്വാസം നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്. കാര്യകാരണ ചിന്തയ്ക്ക് ഉചിതമല്ലാത്തതും ശാസ്ത്രീയമായ അടിത്തറ ഇല്ലാത്തതും സാമൂഹ്യ പുരോഗതിക്ക് വിഘാതമായിരിക്കുന്നതുമായിട്ടുള്ള വിശ്വാസങ്ങൾ. ഇതെന്ന് പറഞ്ഞാൽ അവൻ്റെ ദൈനംദിന വിശ്വാസവുമായിട്ടും അവൻ്റെ സാമ്പ്രദായിക വിശ്വാസവുമായിട്ട് യാതൊരു ബന്ധവും വരുത്തില്ല. അവൻ വിവാഹത്തിന് പൂജ നടത്തുന്നതിനോ അവൻ്റെ കുട്ടികളുണ്ടായ പൂജ നടത്തുന്നതിനോ അവൻ്റെ സാമ്പ്രദായികമായിട്ടുള്ള ആചാരങ്ങൾ നടത്തുന്നതിനോ ഒന്നും തന്നെ തടസ്സമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് സാമൂഹ്യ പുരോഗതിക്ക് വിഘാതമായിട്ട് അങ്ങനെ വരുന്ന വ്യക്തിപരമായിട്ട് കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരിക്കലും നിയമ തടസ്സമായി നമ്മൾ കൊടുത്ത ഡെഫിനിഷനാണ്. നമ്മൾ പോലും ഇതിനെ ആശ്രയിച്ചിട്ടുള്ള ഒരു പരിധിവരെ മഹാരാഷ്ട്ര നിയമമാണ്. ദുരാചാരം വ്യക്തിക്കും സമൂഹത്തിനും ദോഷകരവും മാരകവുമാവുന്ന ഫലങ്ങൾ ഉളവാക്കുന്ന എല്ലാ ജാതി മതാചാരങ്ങളും മതകർമ്മങ്ങളും ഇതെപ്പോഴാണ് വ്യക്തിക്കും സമൂഹത്തിനും ദോഷകരമാവുന്ന. ഇപ്പോൾ ഒരാൾ ഈ പറയുന്നുള്ള ശരീരത്തിൽ കൂടെ ഇത് ശൂലം കയറ്റിക്കൊണ്ട് തുള്ളുക എന്ന് പറഞ്ഞാൽ അതവൻ്റെ ആരോഗ്യത്തിന് ഹാനികരമാണ്. അതുകൊണ്ട് അങ്ങനെ സ്വാഭാവികമായിട്ടും അതിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമല്ല. ഇപ്പോൾ ഹിന്ദു മതത്തിൻ്റെ അതിൻ്റെ അതിൻ്റെ ഗ്രന്ഥങ്ങളെടുത്താലും ഒരിടത്തും ഈ ശരീരത്തിൽ കൂടെ ഇത് വേല് കുത്തി തുളച്ചുകൊണ്ട് ഇത് അവിടെ പൂജ നടത്തണമെന്നും ആരും പറയുന്നില്ല. കുട്ടികളുടെ ദേഹത്ത് ഇത് ശൂലം കുത്തുക. അതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിൽ ഈ അങ്കമാലിക്കടുത്ത് ഇളവൂർ എന്ന് പറയുന്ന ഒരു അമ്പലത്തിൽ ഒരു മനുഷ്യൻ്റെ പച്ച മാംസം കൊളുത്തിയിട്ട് തൂക്കി നടത്തുന്ന ഒരു ആചാരം ഉണ്ടായിരുന്നു. കേരള യുക്തിവാദി സംഘം ഡയറക്റ്റായിട്ട് അത് തടുത്തുകൊണ്ടാണ് ഒരു 15 വർഷം മുമ്പ്, അന്ന് കലാധര മാഷ് പ്രസിഡൻ്റായിരുന്ന കാലത്തിലാണ് അത് നമ്മൾ നിർത്തലാക്കിച്ചു. അതിനുശേഷം ഇപ്പോൾ അവിടെ ആ ഇളവൂർ തൂക്കം നിർത്തലാക്കി. അപ്പോൾ മനുഷ്യനെ തൂക്കുന്നത് നിർത്തലാക്കി. ഇപ്പോൾ ഒരു തുണി കൊണ്ട് കെട്ടിയിട്ടാണ് തൂക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിഹാരമുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു സാധാരണ രീതിക്കുള്ള പൂജയൊന്നും ഇതിനെ ബാധിക്കുന്നില്ല. പക്ഷേ ഈ സെക്രട്ടേറിയറ്റിലിരിക്കുന്ന കുറേ ഗുമസ്തന്മാർ അവരെന്തെങ്കിലും കുറിച്ചിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കെ.ടി. തോമസിനെ പോലെ വളരെ പുരോഗമനപരമായിട്ട് ഈ കാര്യത്തിൽ ചിന്തിച്ച് നൽകിയിട്ടുള്ള ഒരു ശുപാർശ അത് ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ട് ആ കമ്മീഷൻ സ്വമേധയാ കൊടുത്തതല്ല, ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ട് മേടിച്ചതാണ്. എന്നിട്ട് പോലും അത് പരിഗണിക്കാനും അത് ചർച്ചയ്ക്ക് വിധേയമാക്കാനും ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ ഖേദകരമായിട്ടുള്ള സംഭവമാണ്. നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് എണ്ണിയാൽ തീരാത്ത പ്രശ്നങ്ങളുണ്ട് ഒരുപാട്. അപ്പോൾ ഇതിനകത്ത് വേറെന്ന കാര്യത്തിൽ ഈ അന്ധവിശ്വാസവും അനാചാരങ്ങളുടെ കാര്യത്തിൽ യാതൊരുവിധ മത വ്യത്യാസവും ജാതി മത വ്യത്യാസവും ഇല്ല എന്നുള്ളതാണ്. നമുക്കറിയാം കൃപാസനം എന്ന് പറയുന്ന ഒരു പള്ളി നമ്മുടെ ചേർത്തലയിൽ നമ്മളവിടെ പരസ്യമായിട്ട് കേരളത്തിൽ ആ കൃപാസനം പള്ളിക്കെതിരെ പരസ്യമായിട്ട് നമ്മൾ ജാഥ നടത്തുകയും പ്രതിഷേധിക്കുകയും ഒരു ആക്ഷൻ എടുക്കുകയും സോഷ്യൽ ആക്ഷൻ എടുക്കുകയും ചെയ്ത ഏക സംഘടന കേരള യുക്തിവാദി സംഘമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ എന്താ, ആ സംഘടന അവർക്ക് പോലും ഗവൺമെൻറ് ഫണ്ടുകൾ പോലും കൊടുക്കുന്നുണ്ടാണ്, വേറെ പല പേരിലാണെങ്കിൽ പോലും. ആ കൃപാസനം എന്ന് പറയുന്ന മാസിക അത് ചുട്ട് അതിനകത്ത് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അസുഖം ഭാഗമാകുമെന്ന് വലിയ വിശ്വാസമുള്ള ആളുകളും അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ ടീച്ചർമാർ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിൻ്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഏതാ കൃപാസനം, നിങ്ങൾ സ്കൂളിൽ പരീക്ഷയാണ്, നിങ്ങളെല്ലാവരും കൃപാസനം മേടിച്ച് അത് ഉറങ്ങാൻ നേരത്ത് അത് തലയുടെ അടിയിൽ വെച്ച് കിടക്കണം, അല്ലെങ്കിൽ അത് കുടിച്ച് അത് കത്തിച്ച് അതിൻ്റെ ചാരം കുടിക്കണം എന്നൊക്കെ പറയുന്ന വീഡിയോകൾ, അതും എയ്ഡഡ് സ്കൂളുകളിൽ, സ്വകാര്യ സ്കൂളുകളിലല്ല, എയ്ഡഡ് സ്കൂളുകളിൽ ടീച്ചർമാർ പറയുന്നത് അതേപടി സോഷ്യൽ മീഡിയയിൽ പുറത്തു വന്നിട്ടുണ്ട്. ഒരു ശക്തമായിട്ടുള്ള അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം ഉണ്ടെങ്കിൽ അങ്ങനെ അത് പറയുന്ന ആ അധ്യാപകനോ അവർക്ക് നടപടിയെടുക്കാൻ കഴിയും. നമ്മളീ പറയുന്ന അതിൻ്റെ ഈ ദുരാചാരങ്ങളുടെ ഡെഫിനിഷന് വിരുദ്ധമാണ്. പക്ഷേ അതെങ്ങനെയാണ് അത് സോഷ്യൽ ക്രൈമല്ലേ അവർ ചെയ്യുന്നത്? അതവരുടെ സ്വാഭാവികമായിട്ടുള്ള സാമ്പ്രദായിക വിശ്വാസമാകുന്നത് എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നു കേരള യുക്തിവാദി സംഘം. നമുക്കറിയാം കേരള യുക്തിവാദി സംഘം മാത്രമല്ല,
ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലുള്ള സംഘടനകളും ശക്തമായിട്ട് ഇതിനെതിരെ പ്രതിഷേധിക്കുകയും അവരും ഇതുപോലെ ഡ്രാഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഗവൺമെൻറ്റിന് ഒരു അകാരണമായിട്ടുള്ള ഭയം ഇക്കാര്യത്തിൽ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾക്കറിയാം 1967 കേരളത്തിലെ ജന്തുപക്ഷി ബലി നിരോധന നിയമം 2ാം EMS ഗവൺമെൻറ് കാലത്ത് നടപ്പാക്കിയത്. നമുക്കറിയാം അന്ന് വരെ അത് നടപ്പിലാക്കിയിട്ട് ഏതാണ്ട് 10 വർഷത്തോളം നമ്മുടെ നാടും പ്രദേശങ്ങളിലൊക്കെ തന്നെ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് കോഴിയെ വെട്ടുക, കുറച്ചുകൂടെ വലിയ ആചാരമാണെങ്കിൽ ആടിനെ വെട്ടുക, ഇതൊക്കെ വളരെ സർവ്വസാധാരണമായിരുന്നു. പക്ഷെ അതൊക്കെ പിന്നീട് 1-2 കേസുകളിൽ കേസെടുക്കാൻ തുടങ്ങിയോട് കൂടിയിട്ട് ഇപ്പോൾ നമുക്കറിയാം എവിടെയെങ്കിലും കോഴി വെട്ടുണ്ടോ, എവിടെയെങ്കിലും ആടിനെ ഇറക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ്? അത് നിയമം മൂലമാണ് ആ സാമൂഹ്യ പരിഷ്കരണം വന്നത്. അപ്പോൾ സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ മേഖലയിൽ നിയമനിർമ്മാണത്തിന് വലിയൊരു പങ്ക് വഹിക്കാൻ കഴിയുമെന്നുള്ളത് കേരളം തന്നെ തെളിവാണ്. ഈ ജന്തുപക്ഷി ബലി നിരോധന നിയമം അന്നതിനെതിരായിട്ട് ശക്തമായിട്ട് ഈ മതസംഘടനകളുടെ ഭാഗത്തു നിന്ന് ബലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ മതാചാരണത്തെ ആർട്ടിക്കിൾ 25, 26 പറയുന്ന അവരുടെ മതപരമായിട്ടുള്ള അനുഷ്ഠാനത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ കോടതിയെ സമീപിക്കുകയും ചില കേസുകൾ ഇന്നും പെൻഡിംഗ് ആയിട്ട് കിടപ്പുണ്ട്. പക്ഷേ കോടതി പറഞ്ഞു അല്ല. അന്ന് ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വളരെ ശക്തമായിട്ട് ആ നിയമം നടപ്പാക്കി. അപ്പം അങ്ങനെ ഇച്ഛാശക്തിയോട് മുന്നോട്ട് പോയാൽ മാത്രമേ ഇങ്ങനെയുള്ള അനാചാരങ്ങൾ നിർത്തലാക്കാൻ കഴിയുള്ളൂ. നമുക്കറിയാം, നമ്മളൊക്കെ തന്നെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ്. നിയമനിർമ്മാണം കൊണ്ട് മാത്രം പൂർണ്ണമായിട്ടും ഈ അന്ധവിശ്വാസം നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു മൗഢ്യമൊന്നും നമുക്കില്ല. പക്ഷേ തീർച്ചയായിട്ടും നിയമനിർമ്മാണം വലിയൊരു പരിധിവരെ ഇങ്ങനെയുള്ള അന്ധവിശ്വാസ സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള ആചാരങ്ങൾക്ക് ഒരു തടയിടാൻ അല്ലെങ്കിൽ നിയന്ത്രണം വരുത്താൻ നിയമനിർമ്മാണത്തിന് കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ഇന്ത്യയിലെ മൊത്തം അവസ്ഥ പറഞ്ഞല്ലോ. ഈ 8 ഗുജറാത്ത് അടക്കം 9 സംസ്ഥാനങ്ങളിൽ ഈ നിയമം വന്നതിന് ശേഷം അവിടെയൊക്കെ തന്നെ വലിയ രീതിക്കുള്ള മാറ്റങ്ങൾ വന്നിട്ടുള്ളതാണ്. സ്വകാര്യമായിട്ട് NGOകൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിനെക്കുറിച്ച് മനസ്സിലായിട്ടുള്ളത്. ഗവൺമെൻറ്റിന് തന്നെ ഇപ്പോൾ കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ഒരു വളരെ വ്യക്തമായിട്ട് ഒരു സ്കൂളിൽ കയറി നിന്നിട്ട് കൃപാസനം വായിച്ചുകൊണ്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ എന്ന് പറയുന്ന ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ, നമ്മളെവിടെ ചെന്ന് നിൽക്കുന്നു കാര്യങ്ങൾ? സമാനമായിട്ടുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്. ഞാനതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങളിലേക്ക് പോകുന്നത് നമ്മുടെ ബാലാവകാശ കമ്മീഷൻ. നമ്മൾക്കറിയാം, ഇന്ത്യയിൽ ശക്തമായിട്ടുള്ള ബാലാവകാശ നിയമമുള്ള രാജ്യമാണ്. ഒരു കുട്ടിയുടെ ദേഹത്ത് ഒരു അനാവശ്യമായിട്ടുള്ളൊരു മുറിവുണ്ടാക്കുന്ന ഒരു മുട്ടുസൂചി കൊത്തുന്നത് പോലും ക്രിമിനൽ കുറ്റമാണ്. അങ്ങനെയുള്ള രാജ്യത്താണ് നമ്മളൊക്കെ പരസ്യമായിട്ട് ഈ നാരങ്ങയൊക്കെ തന്നെ ഈ സൂചിയിലെ കുത്തി തീർത്ത് കുട്ടികളുടെ ഭാഗത്തു കൂടി ഇങ്ങനെ തുന്നിച്ചേർക്കുകയും അത് ജനപ്രതിനിധികളടക്കമുള്ള ആളുകളൊക്കെ തന്നെ അങ്ങനെയുള്ള വലിയ ആഘോഷങ്ങളിൽ പരസ്യമായിട്ട് പങ്കെടുക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഇസ്ലാം മതത്തിലുള്ള സുന്നത്ത് എന്ന് പറയുന്നത് ബാലാവകാശ നിയമത്തിനെതിരാണ്. നമ്മൾ പറയുമ്പോൾ നമ്മളെല്ലാം പറയാനുള്ളൂ. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ ശരീരത്തിൻ്റെ ഏതാനും ഭാഗം അത് എന്ത് വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിലും അത് അറുത്ത് കളയുന്നത് ബാലാവകാശ നിയമപ്രകാരം കുറ്റകരം. പക്ഷേ നമ്മൾ ഈ അന്ധവിശ്വാസ നിയമത്തിൽ ഇപ്പോൾ മഹാരാഷ്ട്രയിലാണെങ്കിലും ഗുജറാത്തിലാണെങ്കിൽ തന്നെ അതൊന്നും സുന്നത്തൊന്നും അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് വേറൊരു തലമാണ്. സുന്നത്ത് പരിശോധിക്കേണ്ടത് ഒരു അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമത്തിൻ്റെ ഭാഗമായിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ അത് ഈ ഇസ്ലാമിക വിശ്വാസത്തിലെ എസെൻഷ്യലായിട്ടുള്ള ചില കാര്യങ്ങളിൽ ഒരു ഉൾപ്പെടുത്തിയിട്ടുള്ള രീതിയിൽ ഒരു വിശദീകരണമുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ ഇനിയും വരാം. ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ കാലത്ത് ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു, നാളെ ഇപ്പോൾ സുന്നത്ത് നിരോധിക്കും ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ന് ഒരു ഡിമാൻഡ് വയ്ക്കാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ ഈ 8 സ്റ്റേറ്റുകളിലും അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം ഉള്ളിടത്തൊന്നും സുന്നത്ത് നിരോധിച്ചിട്ടില്ല. അപ്പോൾ ആ ലൈനിലേ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. സ്വാഭാവികമായിട്ടും ഫോർ ദ ടൈം ബീയിങ് ഇന്നത്തെ അവസ്ഥയിൽ ഒരു ഇന്ത്യയിൽ തന്നെ വലിയ പ്രബലമായിട്ടുള്ള കമ്മ്യൂണിറ്റി അനുഷ്ഠിക്കുന്ന ഒരു മതപരമായിട്ടുള്ള ചടങ്ങാണ് സുന്നത്ത്. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് തീരുമാനിക്കാം. പക്ഷേ അതുപോലെയല്ലല്ലോ ഒരു കുട്ടിയെ പൂജ നടത്തി അല്ലെങ്കിൽ ആ കുട്ടിയുടെ ആഭിചാരിക പ്രവർത്തനം നടത്തിയ കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു യുവതിയുടെ അല്ലെങ്കിൽ യുവാക്കളുടെയൊക്കെ തന്നെ മരണത്തിനിടവരുന്ന കാര്യങ്ങൾ എത്തുക എന്ന് പറഞ്ഞ വ്യത്യാസമുണ്ട്. സ്വാഭാവികമായിട്ടും ഈ നിയമനിർമ്മാണം നടത്തുമ്പോൾ ആ നിയമനിർമ്മാണത്തിൽ ഭരണഘടനയുടെ ഏതെങ്കിലും അവകാശങ്ങൾ, മൗലിക അവകാശങ്ങളോ മറ്റ് മതപരമായിട്ടുള്ള അവകാശങ്ങളോ അത് ഖനിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്ക് ഗവൺമെൻറ് കോടതിയിൽ പോവാം. ഹൈക്കോടതിക്ക് അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് അത് ഇല്ലാതാക്കാൻ നിയമത്തിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള എന്ത് പ്രൊവിഷൻ ഉണ്ടെങ്കിലും
കോടതിക്ക് ഇടപെടാം, സുപ്രീം കോടതിക്ക് ഇടപെടാം. അപ്പോൾ നമ്മളിത് മതവിശ്വാസത്തിന് അതിനകത്ത് ഞാൻ പറയാൻ കാരണം ജസ്റ്റിസ് കെ ടി തോമസ് കമ്മീഷൻ്റെ ആ ഒരു നിർദ്ദേശം വന്നതിനെ തുടർന്ന് അത് ഗവൺമെൻറ് പരിശോധിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അതിനകത്ത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ എഴുതി വച്ചിട്ടുള്ളത് ഇത് മനുഷ്യൻ്റെ മതപരമായിട്ടുള്ള വിശ്വാസത്തിനൊക്കെ എതിരാണ്. അത് നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മതവിശ്വാസത്തിൻ്റെ പേരിൽ എന്ത് തോന്നിയ അനുവദിക്കാൻ കഴിയുമോ? പറ്റില്ല. അതുകൊണ്ടാണ് ഭരണഘടനയിൽ ആർട്ടിക്കിൾ 51A(h) സയൻറ്റിഫിക് ടെമ്പർ, ശാസ്ത്രാവബോധം വേണമെന്ന് നിഷ്കർഷിച്ചിരിക്കുകയാണ്. അത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ബലത്തിൽ നിന്നുകൊണ്ടാണ് ഈ പരിഷ്കാരങ്ങളൊക്കെ. നമ്മളിപ്പോൾ ശബരിമലയിൽ മകരവിളക്ക് കത്തിക്കുന്നതെന്ന് പറഞ്ഞൊരു ആഭാസം ഉണ്ടായിരുന്നു. നമ്മളതിനൊരു കേസ് കൊടുത്തു. കോടതിയിൽ അവസാനം നമ്മൾ കേരള വിദ്യാസംഘം മാത്രമല്ല പല സംഘടനകളും കേസ് കൊടുത്തു. അവസാനം ഗവൺമെൻറ് ശ്രീ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായ സമയത്ത് ദേവസ്വം ബോർഡ് കേരള ഹൈക്കോടതിയിൽ ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്തു, ഇത് ഞങ്ങൾ കത്തിക്കുന്നതാണ്. അതോടുകൂടി നമ്മളുടെ കേസ് നമ്മൾക്കെന്താ, നമ്മളുടെ ആവശ്യം എന്തായിരുന്നു? ഇങ്ങനെ ഒരു സാധനം കത്തിച്ചിട്ട് ഇത് സ്വയമേ ഉണ്ടാകുന്നതാണെന്ന് ഗവൺമെൻറ് പറയാൻ കഴിയില്ല. സാധാരണക്കാരനെ എന്തുകൊണ്ടും വിശ്വസിക്കാം, ദേവസ്വം ബോർഡിന് എന്തുകൊണ്ടും പറയാം, ഗവൺമെൻറ് പറയാൻ പാടില്ല ഇത് സ്വയംഭൂവാണെന്നുള്ളത്. അപ്പോൾ ഗവൺമെൻറ് ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം കൊടുത്തു. ഈ മകരവിളക്ക് എന്ന് പറയുന്ന അന്ന് തെളിയുന്ന സാധനം അത് ഗവൺമെൻറ് കത്തിക്കുന്നതാണ്, ദേവസ്വം ബോർഡ് പോലീസ് പ്രൊട്ടക്ഷൻ കത്തിക്കുന്നതാണെന്ന് എഴുതി കൊടുത്തു. പക്ഷേ എന്നിട്ടും ആ മകരവിളക്ക് കാണാനുള്ള തിരക്ക് കഴിഞ്ഞിട്ടില്ല. അതിനുശേഷവും വലിയ രീതിക്കുള്ള തിക്കും തിരക്കും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്, വലിയ രീതിക്കുള്ള നിയന്ത്രണങ്ങൾ വലിയ വരുന്നുണ്ട്. അതൊക്കെ വേറെ കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞത് ആ ഒരു കോടതി വിധിയും ആ ഗവൺമെൻറ് ആ ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം എല്ലാ കാര്യങ്ങളും ഈ ഒരു അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്, അതിനകത്തേക്ക് വരുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ അന്ധവിശ്വാസ നിയമം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഒരു കാഴ്ചപ്പാടിൽ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സബ്ജക്റ്റാണ്. നമുക്ക് എന്തുകൊണ്ടാണ്, അപ്പോൾ ഞാൻ ഇത്രയും വിശദമായിട്ട് പറയാൻ കാരണം നമ്മളെപ്പോലുള്ള ആളുകൾ, നമ്മളിവിടെ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാവും. എന്തുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ വേദികളിലും ഒക്കെ തന്നെ ഗവൺമെൻറ് ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൂടാ? നമ്മൾ ഗുജറാത്ത് ഗവൺമെൻറ് BJP നമ്മൾ പറയുന്ന സംഘപരിവാർ ഭരിക്കുന്ന ഗുജറാത്തിൽ പോലും അത് നമ്മളെപ്പോലുള്ള ഒരു യുക്തിവാദി തയ്യാറാക്കി കൊടുത്ത നിയമം അതേപടി നടപ്പാക്കിയെന്ന് പറയുമ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക കേരളത്തിന് ലജ്ജാകരമായിട്ടുള്ള കാര്യം തന്നെ. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞു, നമ്മുടെ ഭരണഘടന സെക്കുലറാണെന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്, ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞ 100% സെക്കുലറാണ്. പണ്ട് ഈ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ ചർച്ച ചെയ്ത് 1949 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഈ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ചർച്ച ചെയ്യുമ്പോഴാണ് VH കമ്മത്ത് എന്ന് പറയുന്ന UP യിൽ നിന്നുള്ളൊരു മെമ്പർ വളരെ നിർദോഷമായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, വളരെ നിർദോഷമായിട്ടുള്ള ഒരു ഭേദഗതി കൊണ്ടുവന്നു ഭരണഘടന ആമുഖത്തിന്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് നമ്മുടെ ഭരണഘടന ആരംഭിക്കുന്നത്. പക്ഷേ അതിൻ്റെ മുന്നിൽ വളരെ ചെറുതായിട്ട് ഇൻ ദ നെയിം ഓഫ് ഗോഡ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് മാറ്റണമെന്ന് അദ്ദേഹം ഒരു പ്രമേയം കൊണ്ടു, VH കമ്മത്ത്. നമുക്കറിയാം അന്ന് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഏതാണ്ട് 299 പേരാണ് അന്നുള്ളത്. കേരളത്തിൽ നിന്ന് 15 പേരുണ്ട്. ഈ 299 പേരിൽ അതിഭൂരിപക്ഷം ആളുകളും വളരെ റിലീജിയസ് ആയിട്ടുള്ള ആളുകളാണ്, വിശ്വാസികളാണ്. പരസ്യമായിട്ട് ഒരു നിരീശ്വരവാദം പറയുന്ന ഒരാളെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള പനമ്പള്ളി ഗോവിന്ദമേനോൻ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ മെമ്പറായിരുന്നു. അദ്ദേഹം നമുക്കറിയാം, നമ്മൾ MC ജോസഫായിട്ടടക്കം അദ്ദേഹത്തിന് മുന്നും യുക്തിവാദി മാസികയായിട്ടും യുക്തിവാദ പ്രസ്ഥാനവുമായിട്ടൊക്കെ തന്നെ സഹകരിച്ചു പോവുകയും പണ്ടുണ്ടായ ഒരു കമ്മിറ്റിയിൽ ഔദ്യോഗിക സ്ഥാനം കൂടി വഹിച്ചിട്ടുള്ള ആളാണ് പനമ്പള്ളി ഗോവിന്ദമേനോൻ. അദ്ദേഹം ആ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് എതിർത്ത ഒരാളാണ്. അതുപോലെ തന്നെ നെഹ്റു ഒരു നിരീശ്വരവാദി അല്ലെങ്കിൽ പോലും അദ്ദേഹം അറിയപ്പെടുന്നൊരു ആജ്ഞേയവാദിയായിരുന്നു, ആഗ്നോസ്റ്റിക് ആയിരുന്നു. അദ്ദേഹം ശക്തമായിട്ട് എതിർത്തു. അതുപോലെ തന്നെ ഡോക്ടർ അംബേദ്കർ അദ്ദേഹം ഒരു സാമ്പ്രദായിക വിശ്വാസിയായിരുന്നിട്ടില്ല. അദ്ദേഹം ഒരു ഘട്ടത്തിൽ ബുദ്ധമതം സ്വീകരിക്കുക കൂടി ചെയ്ത ആളാണ്. നമുക്കറിയാം, ബുദ്ധമതത്തിൽ സ്വർഗമില്ല, നരകമില്ല, പുനർജന്മമില്ല, ദൈവസങ്കല്പമില്ല. ഇങ്ങനൊരു മതമാണ് ബുദ്ധമതം എന്ന് പറയുന്നത്. പിന്നീട് ആ മതം ബുദ്ധൻ മരിച്ചതിന് ശേഷം എല്ലാവരും കൂടി ബുദ്ധനെ ദൈവമാക്കി എന്നല്ലാതെ ബുദ്ധമതത്തിൽ അതിൻ്റെ തത്വശാസ്ത്രത്തിൽ ഒരിടത്തും ദൈവത്തെക്കുറിച്ച് പറയുന്നില്ല, മോക്ഷത്തെക്കുറിച്ച് പറയുന്നില്ല, സ്വർഗത്തെക്കുറിച്ച് പറയുന്നില്ല, നരകത്തെക്കുറിച്ച് പറയുന്നില്ല, പുനർജന്മമില്ല. അങ്ങനെ ഒരു ഫിലോസഫിയാണ് ബുദ്ധ ഫിലോസഫി. ആ ഫിലോസഫിക്ക് ഇന്ന് ലോകത്തിൽ ആ ഫിലോസഫി ഉണ്ടായ ഇന്ത്യയിൽ നിന്ന് പിന്നീട് വന്ന ശങ്കരാചാര്യ അടക്കമുള്ള ആളുകൾ അതിനെ തൂത്തൊടിച്ചെങ്കിൽ പോലും
നമുക്കറിയാം ചൈനയിലും ജപ്പാനിലും കൊറിയയിലും അടക്കമുള്ള രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട മതം ഇന്നും ബുദ്ധമതമാണ്. അത് വിയറ്റ്നാമിൽ, കംബോഡിയ, ആ ഏരിയകളിൽ, നമ്മുടെ ഏഷ്യൻ ഏരിയകളിലൊക്കെ തന്നെ ബുദ്ധമതത്തിന് ഇന്നും വലിയ സ്വാധീനമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ വിരലിലെണ്ണാവുന്ന കുറച്ച് ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും സാമ്പ്രദായിക വിശ്വാസികളായിരുന്നു. എന്നിട്ട് പോലും ആ പ്രമേയം വോട്ടിനിട്ടിട്ട് ഏതാണ്ട് 28 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോട് കൂടിയിട്ടാണ് ആ പ്രമേയം തള്ളിക്കളഞ്ഞത്. ഏത് ദൈവം എന്നുള്ള വാക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ വേണമോ വേണ്ടയോ എന്നുള്ള പ്രമേയം നമ്മൾ ആലോചിക്കും. ഇന്നാണെങ്കിൽ ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി 2025 ചേരുന്നതെങ്കിൽ അങ്ങനെ ഒരു പ്രമേയം വന്ന ഭൂരിപക്ഷം പേരും പറഞ്ഞാൽ അതിപ്പോൾ ദൈവമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ലേ, ഒന്നും മിണ്ടാൻ പോണ്ട എന്നുള്ള രീതിയിലേക്ക് എടുക്കുമ്പോൾ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. എന്നുണ്ടെങ്കിൽ 75 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. 1949 നടന്ന കാര്യമായി പറഞ്ഞത്, 75 വർഷം മുന്നേ. അന്ന് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പൂർവ്വരൂപമാണ്. അത് തിരഞ്ഞെടുപ്പിലൂടെയും നോമിനേഷനിലൂടെയൊക്കെ തന്നെയാണ് അത് വന്നിട്ടുള്ളത്. അതിനൊരു സാമ്പ്രദായിക ജനാധിപത്യ സ്വഭാവം ഒരു പരിധിവരെ ഉണ്ടായിരുന്നു. കൂടുതൽ പേര് എലക്ട് ചെയ്ത് വന്നവരാണ്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു 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 ചരിത്രമുള്ള ഇന്ത്യൻ ഭരണഘടനയ്ക്ക്, ആ ഭരണഘടനയിൽ പിന്നീട് 42ാം ഭേദഗതിയിലൂടെ ശാസ്ത്ര അവബോധം, സയൻറ്റിഫിക് ടെമ്പർ എന്നുള്ള വാക്ക്, ശാസ്ത്ര അവബോധം മനുഷ്യൻ്റെ ഓരോ വ്യക്തിയുടെയും ഓരോ സിറ്റിസൻ്റെയും മൗലിക ഉത്തരവാദിത്വമായ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളൊരു ഭരണഘടനയിൽ ആ ഭരണഘടനാനുസൃതമായിട്ട് പ്രവർത്തിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് എന്തുകൊണ്ട് ഇതിന് സ്വാഭാവികമായിട്ട് കേന്ദ്ര നിയമം ഉണ്ടാക്കാം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ ഡ്രഗ്സ് ആൻഡ് മാജിക്കൽ റെമഡീസ് ഒബ്ജക്ഷണബിൾ അഡ്വർടൈസ്മെൻറ്റ് ആക്ട് കേന്ദ്ര നിയമമാണ്. ആ നിയമം വന്നോട് കൂടിയിട്ട് ഇങ്ങനെ ഈ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ പോലീസിന് കേസെടുക്കാം. പക്ഷേ എന്താ, അവിടെയൊക്കെ തന്നെ ഒരാളൊരു പരസ്യം നടത്തിയെന്നുകൊണ്ട് പോലീസിന് പോയി കേസെടുക്കാൻ കഴിയില്ല. ഒരാൾ പരാതി കൊടുത്ത് ഒരു കേസെടുത്ത് കോടതിയിൽ നിന്ന് സമൻസ് അയച്ച് അല്ലെങ്കിൽ വാറണ്ട് മേടിച്ചാൽ മാത്രമേ നടപടിയെടുക്കാൻ പറ്റൂ. അത്ര ദുർബലമാണ്. പക്ഷേ ഈ മഹാരാഷ്ട്ര ഈ ആൻറ്റി സൂപ്പർസ്റ്റിഷൻ ബില്ല് എന്ന് പറഞ്ഞാൽ ദബോൽക്കർ ബില്ല് അതിശക്തമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു വട്ടം പറഞ്ഞു കഴിഞ്ഞു, അത് കോഗ്നിസബിളായിരുന്നു, നോൺ ബെയിലബിളായിരുന്നു. ഒരു പോലീസ് ഇൻസ്പെക്ടർക്ക് വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാനും പരാതി കൂടാതെ കേസെടുക്കാനും കഴിയുന്ന ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ മതി, ഒരാൾ ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ മതി. അപ്പോൾ അതൊക്കെയാണ് ആ നിയമം. അപ്പോൾ ഞാൻ ഈ സബ്ജക്റ്റിൽ ഞാൻ കാര്യങ്ങളൊക്കെ തന്നെ ഏതാണ്ട് പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ 2014 കൊടുത്ത അന്ധവിശ്വാസ ദുരാചാര നിർമ്മാണ ബില്ലിൻ്റെ ഈ ബില്ല്, ഇതിപ്പോൾ നമുക്കറിയാം, ഈ ബില്ല് നമ്മൾ അന്ന് കേരളത്തിലുള്ള എല്ലാ 140 MLA-മാർക്കും അതുകൂടാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിനൊക്കെ തന്നെ നമ്മൾ അയച്ചു കൊടുത്തിട്ട് ആരും അതിനകത്ത് കടലാസിൻ്റെ വില പോലും കൽപ്പിച്ചില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ പിന്നീട് സമാനമായിട്ടുള്ള ചർച്ചകൾ കുറേയൊക്കെ നടന്നു. സ്വാഭാവികമായിട്ടും PT തോമസ് അടക്കമുള്ള ഞാൻ പറഞ്ഞ സ്വകാര്യ ബില്ല് കൊണ്ടുവന്നു, പിന്നീട് പ്രസേനൻ സ്വകാര്യ ബില്ല് കൊണ്ടുവന്നു. പക്ഷെ അതൊന്നും തന്നെ നമ്മളുടെ ഇപ്പോഴും ഈ കേരളത്തെ പോലുള്ള 100% സാക്ഷരത ഉണ്ടെന്ന് അഭിമാനിക്കുന്ന നമ്മൾക്ക് ഈ ബില്ലിനകത്ത് ഇങ്ങനെയൊരു ബില്ല് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നുള്ളത് സാംസ്കാരിക കേരളത്തിന്, ഒരുപക്ഷെ രാഷ്ട്രീയ കേരളത്തിന് പോലും അപമാനകരമാണ് എന്നുള്ളത് നമ്മൾ ഈ സമൂഹത്തോട് പറയേണ്ട ആവശ്യമുണ്ട്. നമ്മൾ മാത്രമാണ് ഈ കാര്യങ്ങൾ പറയുന്നുള്ളൂ. സ്വാഭാവികമായിട്ട് നമുക്ക് ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡിൻ്റെ കാര്യത്തിൽ പോലും യൂണിഫോം സിവിൽ കോഡ് വന്നാൽ അത് മനുഷ്യർക്ക് മതാചാരങ്ങൾ നടത്താൻ കഴിയില്ല, ജാത്യാചാരങ്ങൾ നടത്താൻ കഴിയില്ല എന്ന രീതിയിൽ വലിയ പ്രചരണങ്ങൾ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും മതങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ കൊടുക്കാൻ ഒരു 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 വലിയ രീതിക്കുള്ള സ്കോപ്പ് ഉണ്ട്. നമുക്കറിയാം, ഇപ്പോൾ മുസ്ലിം സ്ത്രീകൾക്ക് തുല്യ അവകാശം, വനിതകൾക്ക് തുല്യ അവകാശം കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് PP സുഹറ, നമുക്കറിയാം, അവരെ ഞാൻ നേരിട്ട് കാണുകയുണ്ടായി. പുള്ളിക്കാരത്തി കഴിഞ്ഞ മുമ്പത്തെ ശനിയാഴ്ച പാർലമെൻറ്റിൽ ഒരു ധർണ നടത്തുകയും മരണം വരെ സത്യാഗ്രഹം ഇരിക്കുകയും അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. അവർ പറയുന്നത് കാര്യം എന്താ, ഇന്ത്യയിൽ ആർട്ടിക്കിൾ 14, അതായത് നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്ന ഒരു ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഒരു പിതാവ് മരിച്ചാൽ ആ പിതാവിൻ്റെ ആൺകുട്ടികൾക്ക് കിട്ടുന്ന സ്വത്തിൻ്റെ പകുതി മാത്രമേ പെൺകുട്ടികൾക്ക് കിട്ടൂ എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം ഒരു 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 ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു സംഗതി ഈ കഴിഞ്ഞ 75 വർഷമായിട്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നുള്ളത്
ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പോലും അപമാനകരമാണെന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യേണ്ടതായിട്ടുള്ള സഖാവ് വിനോയ് വിശ്വം അദ്ദേഹം എത്തിയിട്ടുണ്ട്. നമ്മൾക്ക് ഈ പരിപാടികൾ ഇനി പലർക്കും പല ട്രെയിനുകളിലായിട്ട് പോകാനുള്ളതാണ്. പിന്നെ തുടർന്ന് തന്നെ പരിപാടി നടക്കുന്നതാണ്. ഞാൻ എൻ്റെ ഈ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുന്നത്. നമസ്കാരം.